back to Bosco Campus Vision. This is Rishmi, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 6th lecture on marketing management. Today we will discuss the topic of services marketing. Before going to understand service marketing, let us see what is a service. Service means it is an intangible benefits purchased by customers that do not involve ownership. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഹോസ്പിറ്റലിൽ പോകുന്നു. ഹോസ്പിറ്റലിൽ നമ്മൾ എന്തെങ്കിലും അസുഖവുമായിട്ട് ട്രീറ്റ്മെൻറ്റിന് ഡോക്ടറെ അടുത്ത് ചെല്ലുവാണെങ്കിൽ നമുക്ക് ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് തരുന്നു, അസുഖം ഭേദമാകാനുള്ള മരുന്നും കാര്യങ്ങളും ഒക്കെ തരുന്നു. ഇതൊരു സർവീസാണ്. ഡോക്ടർ പ്രൊവൈഡ് ചെയ്യുന്ന, ഡോക്ടർ നമുക്ക് തരുന്നൊരു സർവീസാണ്. ഓക്കെ, സോ നമുക്കിത് ടാഞ്ചിബിൾ അല്ല. ആ കിട്ടിയ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വി കനോട്ട് ടച്ച് ആൻഡ് വി ജസ്റ്റ് ഓൺലി ഗെറ്റ് ദ ബെനിഫിറ്റ്. നമുക്ക് ആ ഒരു ബെനിഫിറ്റാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ദർ ഈസ് നോ ഓണർഷിപ്പ്. ഡോക്ടർ നമുക്ക് ആ ഒരു സർവീസ് നമുക്ക് തരുമ്പോൾ അവിടെ ഒരു ഓണർഷിപ്പ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ഇപ്പം ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുകയാണെങ്കിൽ സെല്ലറുടെ അടുത്ത് നിന്ന് ആ ഒരു പ്രോഡക്റ്റ് നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ്. ബട്ട് ഇവിടെ സർവീസിൽ അങ്ങനെ ഒരു ഓണർഷിപ്പ് ഇൻവോൾവ് ആകുന്നില്ല. ഓണർഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. സോ നമുക്കിങ്ങനെ തന്നെ പറയാം, സർവീസ് മീൻസ് ഇൻടാഞ്ചിബിൾ ബെനിഫിറ്റ്സ് പർച്ചേസ്ഡ് ബൈ കസ്റ്റമേഴ്സ് ദാറ്റ് ഡു നോട്ട് ഇൻവോൾവ് ഓണർഷിപ്പ്. ഇനി ഈ സർവീസിന് കുറച്ച് സ്വഭാവ സവിശേഷതകളുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർവീസസ്. ദേ ആർ ഇൻടാഞ്ചിബിലിറ്റി, പെരിഷബിലിറ്റി, വേരിയബിലിറ്റി, സൈമൾട്ടേനിയസ് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ. Intangibility, I told you earlier, that is we cannot touch it. Then perishability. Perishable means this service is not stored for later sale or use. നമുക്കൊരിക്കലും നമുക്ക് കിട്ടാൻ പോകുന്ന ഈ ഒരു സർവീസ് നമുക്ക് പിന്നീട് മാറ്റി വയ്ക്കുവാനൊന്നും പറ്റുന്ന കാര്യമല്ല. അതേസമയം ഒരു ഗുഡ്സ് ആണെങ്കിൽ നമുക്ക് പിന്നീട് മാറ്റി വയ്ക്കാം, പിന്നീട് എപ്പോഴെങ്കിലും സെയിൽ നടത്താം, അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും വാങ്ങിക്കാം എന്ന് വയ്ക്കാം. ബട്ട് സർവീസിൽ it is in perishable nature, that is it cannot stored for later sale or use. Then next one is variability. Variability means quality of services depends on the providers. That is ഈ ഒരു സർവീസിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന ക്വാളിറ്റിയിൽ വ്യത്യാസങ്ങളുണ്ടാകും. ഇപ്പം നമ്മളൊരു ചെറിയൊരു പനിയുമായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുന്നത്, നമ്മൾ സ്ഥിരം കാണിക്കുന്ന ഒരു ഡോക്ടറെ അടുത്ത് നിന്ന് മാറി നമ്മൾ വേറൊരു ഡോക്ടറെ അടുത്തായിരിക്കും ചെല്ലുന്നത്. സോ അപ്പം ആ ഒരു സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതെങ്ങനെയായിരിക്കും, എപ്പോഴായിരിക്കും എന്നുള്ളതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ വേരിയബിൾ ഇൻ നേച്ചർ ആയിരിക്കും. നെക്സ്റ്റ് വൺ, സൈമൾട്ടേനിയസ് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ. ഇറ്റ് മീൻസ് ദാറ്റ് ഓൺ ദ സെയിം ടൈം തന്നെ അത് പ്രൊഡക്ഷനും അതുപോലെ തന്നെ കൺസംഷനും. ഇപ്പം നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ചെല്ലുമ്പോൾ തന്നെയാണ് സർവീസ് നമുക്ക് കിട്ടുന്നത്. ആ സമയം തന്നെ നമുക്കത് കൺസംഷൻ ചെയ്യാനും പറ്റുന്നു. ദറ്റ് ഈസ് സൈമൾട്ടേനിയസ് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ. Here I given you a few examples of service industries. Healthcare, hospital, medical practice, dentistry, eye care, etc. Then in professional services, they are accounting, legal, architectural, research, consulting, management contracts, etc. Then in coming to the financial services, there are banking service, investment advising, insurance. Then hospitality, here restaurant, hotel, motel, bed and breakfast, sky resort, rafting, etc. Then travel, here airlines, travel agencies, theme park, etc. These are all service industries. They provide service to the people. Next, we move on the classification of services. Services can be classified into 4 ways. First one, people processing service, product or possession processing services, then mental stimulus processing. These are the main classification of services. Here I given you a figure for better understand the classification of services. In quadrant
A categorized as people processing service. In quadrant B as product or possession processing. In C, it's a mental stimulus processing. And the last quadrant D is information processing. അപ്പം 4 ക്ലാസിഫിക്കേഷൻ്റെയും കൂടെ ഒരു എക്സാമ്പിൾ കൂടിയാണ് ഈ ഒരു ഫിഗറിനകത്ത് പറയുന്നത്. ഓക്കെ, ഇതിൽ തന്നെ വേറെ 2 കാര്യങ്ങളോടുണ്ട് പറയുന്നുണ്ട്. ടാഞ്ചിബിളായിട്ട് വരുന്നത് ക്വാഡ്രാൻറ്റ് എ ആൻഡ് ക്വാഡ്രാൻറ്റ് ബിയിൽ. ദെൻ ക്വാഡ്രാൻറ്റ് സി ആൻഡ് ഡി ദാറ്റ് ആർ മെയിൻലി ഇൻടാഞ്ചിബിൾ ആണ്. സോ ഫസ്റ്റ് വൺ ടാഞ്ചിബിൾ. നമ്മൾ സർവീസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇൻടാഞ്ചിബിൾ ആണ് എന്നുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് ചില ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സർവീസുണ്ട്. മീൻസ് ഫസ്റ്റ് ക്വാഡ്രാൻറ്റ് തന്നെ നോക്കിയേ, ദാറ്റ് ഈസ് പീപ്പിൾ പ്രോസസ്സിങ് സർവീസ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, നമ്മൾ അവിടെ ചെല്ലണം. ഒരു സർവീസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരുടെ അടുത്ത് ചെല്ലണം. ദാറ്റ് ഈസ് കസ്റ്റമർ മസ്റ്റ് ഫിസിക്കലി എൻ്റർ ദ സർവീസ് സിസ്റ്റം ഓർ ദ സർവീസ് ഫാക്ടറി. സോ അതുകൊണ്ടാണ് ദാറ്റ് ഈസ് ടാഞ്ചിബിളിൽ വരുന്നത്. ദെൻ അതായത് എക്സാമ്പിൾ റെസ്റ്റോറൻറ്റ് ഇപ്പം നമുക്ക് ഫുഡ് വേണമെങ്കിൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ ചെല്ലുന്നു, ഫുഡ് എടുക്കുന്നു. ദെൻ ഹെൽത്ത് കെയർ, ഹോസ്പിറ്റലിൽ പോകുന്നു, മെഡിക്കേഷൻ എടുക്കുന്നു. സോ ദെൻ നെക്സ്റ്റ് ക്വാഡ്രാൻറ്റിലേക്ക് വരുവാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഓർ വെയർ ഹൗസിങ്. ഇവിടെയാണെങ്കിൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ കസ്റ്റമേഴ്സിൻ്റെ ഫിസിക്കൽ ഇൻവോൾവ്മെൻറ്റ് കുറച്ച് മതി. ദാറ്റ് ഈസ് കസ്റ്റമേഴ്സ് ആർ ലെസ് ഫിസിക്കലി ഇൻവോൾവ്ഡ് ഹിയർ. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് they evaluate such services on the basis of tangible promises being delivered within a defined time period and at a negotiated price. ഇപ്പം നമ്മുടെ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിനേക്കായിട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നത്. അതുപോലെ വെയർ ഹൗസിംഗ് എന്ന് പറയുന്ന സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന്, ഇതിനെല്ലാം ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമായിട്ടുണ്ട്. അപ്പം നേരത്തെ തന്നെ മുൻകൂട്ടി അവരൊരു പ്രൈസ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പ്രൈസിൽ തന്നെ ആയിരിക്കും ട്രാൻസ്പോർട്ടേഷൻ. നമുക്ക് അവർ പറയുന്ന ടൈമിൽ തന്നെ നമ്മുടെ ആ ഒരു വെയർ ഹൗസിങ്ങിലേക്ക് നമ്മുടെ സാധനങ്ങൾ എത്തിയിട്ടുണ്ടോ, അതുപോലെ കൃത്യസമയത്ത് തന്നെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനകത്ത് കസ്റ്റമേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് ഓർ പൊസിഷൻ പ്രോസസ്സിംഗ് സർവീസസ്. then comes to the quadrant C. Here C and D, here that is totally intangible service ആണ് ഇവിടെ നമുക്ക് സിയിലും ഡിയിലും വരുന്നത്. അതായത് സിയിൽ വരുന്നത് മെൻ്റൽ സ്റ്റിമുലസ് പ്രോസസ്സിംഗ് ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഇൻക്ലൂഡ് മെൻ്റൽ സ്റ്റിമുലസ് പ്രോസസ്സിംഗ് ഇൻക്ലൂഡ് എഡ്യൂക്കേഷൻ, എൻ്റർടൈൻമെൻറ്റ് ആൻഡ് അതുപോലെ തന്നെയാണ് റിലീജിയസ് സർവീസസ് ദാറ്റ് ആർ ഓഫേർഡ് ബൈ ലാർജ് നമ്പർ ഓഫ് റിലീജിയസ് ഗുരൂസ്. അതായത് നമുക്ക് ടോട്ടലി നമുക്ക് അറിയാനും ഫീൽ ചെയ്യാനും പറ്റില്ല, അങ്ങനെയുള്ളത് തന്നെയാണ് എഡ്യൂക്കേഷൻ ഓർ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി. then come to the quadrant D, legal service or insurance. അതായത് ഇതെല്ലാം തന്നെയും ഇറ്റ്സ് കംസ് അണ്ടർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്. അതായത് ഇപ്പം നമുക്കറിയാം ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലഘട്ടമാണ്. കസ്റ്റമേഴ്സിന് പല കാര്യങ്ങളിലും പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് ദേ നീഡ്, അവർക്ക് ആവശ്യമായിട്ടുണ്ട്. സോ ദർ ആർ ഇൻഫർമേഷൻ ഇൻ ഏരിയാസ് ആസ് ഡൈവേഴ്സ് ആസ് അക്കൗണ്ടിങ്, ലീഗൽ, ദെൻ റിസർച്ച്, മെഡിസിൻ, ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ പ്രോഡക്ട്സ്. ഇതിനെല്ലാം തന്നെയും കസ്റ്റമേഴ്സിന് ഇൻഫർമേഷൻസ് ആവശ്യമാണ്. സോ these are the information processing services. So in people processing services, a marketer involved in people processing services, they tries to create a new set of values in the industry for the customers. ഇവിടെ റെസ്റ്റോറൻറ്റിലും ഹെൽത്ത് കെയർ അങ്ങനെ ആ ഇൻഡസ്ട്രീസിലും എല്ലാം തന്നെയും പുതിയ സെറ്റ് ഓഫ് വാല്യൂസ് കസ്റ്റമേഴ്സിൽ എത്തിക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നതും കൂടി. In the next classification of service, product or possession processing service, here the customer evaluate the service on the basis of tangible promises being delivered within a defined time period at a pre-negotiated price.
In the section here for example the transportation warehousing, that's the exporting process, exporting services. Here customers evaluate ഒരു ടൈം പീരീഡിൽ അവർക്ക് നേരത്തെ നെഗോഷിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൈസിൽ തന്നെ അവർക്ക് ആ സർവീസ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് കസ്റ്റമേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുക കൂടി ചെയ്യുന്നതാണ് ഇവിടെ. The next classification is that mental stimulus processing service. Here there is a change in the attitude of the consumer and the behavior and in the lifestyle of the consumers after they getting this mental stimulus services. കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിലേക്ക് ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് തരത്തിലുള്ള സർവീസാണ് മെൻ്റൽ സ്റ്റിമുലസ് പ്രോസസ്സിംഗ് സർവീസ്. The last classification of services is that information processing services. ഇവിടെ മാർക്കറ്റർ കൺസ്യൂമേഴ്സിന് ആവശ്യമായ തരത്തിലുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് സർവീസിൽ ചെയ്യുന്നത്. അതായത് കസ്റ്റമേഴ്സിന് ഏറ്റവും കോമ്പറ്റീറ്റീവായിട്ട് അവർക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്ന തരത്തിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് സർവീസിൽ വരുന്നത്. ഇവിടുത്തെ സർവീസസ് ആണ് ഇൻഫർമേഷൻ സർവീസിൽ വരുന്ന ലീഗൽ സർവീസസ്, ഇൻഷുറൻസ് സർവീസ്, ദെൻ ഫിനാൻഷ്യൽ സർവീസസ്, ഇങ്ങനെയുള്ള സേവനങ്ങളെല്ലാം നിയമപരമായ രീതിയിലുള്ള സേവനങ്ങൾ ലഭിക്കുന്നതും അതുപോലെ തന്നെ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള സേവനങ്ങൾ ലഭിക്കുന്നത് ഇതെല്ലാം വരുന്നതാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് സർവീസ് എന്ന് പറയുന്നത്. In today's session we discussed the concept of service, then characteristics of service, then classification of services. Service is the concept that means service is an intangible benefits that are purchased by customers that do not involve ownership. Then comes to the characteristics of service. The characteristics of service are intangibility, perishability, variability, and simultaneous production and consumption. Then the classification of services. Services can be classified into four. First one, people processing services, then product or possession processing services, then mental stimulus processing services, then information processing services. നമ്മൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ സർവീസ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ്.